on stage. ശിവകാമി അയ്യോ എന്ത് രസമായി ഉടുപ്പ്. നിറച്ച് സ്റ്റാർസ് ആണല്ലോ. അത് പൂവാ അത്. അയ്യോ ഇത് ആരാ ഉടുപ്പ് തയ്ച്ചെന്ന്? ബഹറിനെ ശോഭ ആന്റിയാണ് എനിക്ക് ഡ്രസ് ഗിഫ്റ്റ് ആയിട്ട് അയച്ചത്. സൂപ്പർ ആയിട്ട് നല്ല കളറ്. ഒരു പൂമ്പാറ്റയുടെ പോലെ ഉണ്ട്. ശരിക്കും നല്ല രസം. ആ ഷോൾഡറിന്റെ വർക്ക് ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. അതിന്റെ കൂടെ റോസ് പൂവും കൂടെ വന്നപ്പം ശിവകാമി കുട്ടിയായി മൊത്തത്തിൽ. പൂവിലുറങ്ങും പൂമ്പാറ്റെന്നൊക്കെ പറഞ്ഞ പോലെ, കാർട്ടൂണിലൊക്കെ വരുന്ന പോലെ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോൺഫിഡന്റ് പഠിച്ചില്ലേ തമിഴൊക്കെ? തമിഴ് സംസാരിക്കോ? വർത്താനം പറയോ തമിഴ്? കുറച്ച്. മറ്റേ സാധനം ചോദിക്കുക ആമാ 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 ആമാന്ന് പറഞ്ഞാൽ എന്താ അറിയോ തമിഴില്? യെസ് എന്നാണ്. അതെ അതെ നമ്മൾ പറയൂലേ അതുപോലെ. ആമാ ആമാ അങ്ങനെ പറയും. മച്ചേട്ടൻ്റെ അടുത്ത് സുഖമാണോ ചോദിച്ചോക്ക്. സൗഖ്യമാ മധു അങ്കിൾ അങ്ങനെ ചോദിച്ചോക്ക്. സൗഖ്യമാ ചോദിച്ചു. സൗഖ്യമാ മധു അങ്കിൾ. സൗഖ്യായി പോവാ. അയ്യോ സൗഖ്യമാ കണ്ണേ സൗഖ്യമാ. അതന്നെ. അപ്പൊ എനിക്ക് ഏത് പാട്ട്? എങ്കേണത് കവിത. ചിത്ര ചേച്ചി. ഓ യെസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് പാപ്പാത്തി കുട്ടി. നന്നായി പാടണം കേട്ടോ. യെസ്. മാലയന്തികളിൽ മനതിൻ സന്തുകളിൽ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു. വെരി നൈസ്. കാമി ശിവ ഇങ്ങോട്ട് പോരെ. ഒരു കൈത. ആ ഈ കൈ എന്തിനെന്നറിയാമോ? ഇടയ്ക്ക് ചില ഫ്രേസസ് സുന്ദരമായിട്ട് പാടിയതിനാ. ആ ഈ പൂവിന്റെ മേലിൽ ഉറങ്ങുന്ന ഒരു മഞ്ഞുതുള്ളി പോലെയാണ് നമ്മുടെ ശിവകാമി കുഞ്ഞിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ഭയങ്കര ഒരു നിഷ്കളങ്കാണ്. നമ്മൾ എപ്പോഴൊക്കെയാണോ നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ കൊണ്ടു നടക്കുന്നത്, ഇത് അങ്കിൾ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നമുക്കൊരു സംശയമുള്ളത്, ആ സംശയം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമുക്ക് ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് 2 കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കണം. 1 സംശയം, 2 പേടി. പേടിയില്ല. പേടിയില്ല ഇല്ല ഇല്ല സമ്മതിച്ചു ഇല്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇപ്പൊ ഒരു ബ്രേക്ക് വന്നല്ലേ, ഈ ബ്രേക്ക് വരുന്നതും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളില് അത് ആ മൊമെന്റിൽ പറ്റിപ്പോവും. അങ്ങനെ പറ്റും, ആർക്കും പറ്റും. അപ്പൊ അത് പ്രശ്നമല്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സംശയം കാരണമാണ് ഇതൊക്കെ വരാനായിട്ടുള്ള കാര്യം. മനസ്സിലായി? ഈ പാട്ട് പാടി ശരിയാവോ, ശരിയാ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഈ പാട്ട് ഞാൻ സ്റ്റേജ് വന്നാൽ പാടി ശരിയാവോ, വേണ്ട രീതി കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അങ്കിൾ പറയുന്ന കാര്യം ഇതിൽ മനസ്സിലാക്കുക. പലയിടങ്ങളിൽ ശ്രുതി ചേരാൻ, ഇപ്പൊ എങ്കേ എന്നത് കവിത ബിഗിനിങ്ങില്ലേ, തുടങ്ങിയപ്പോ ശ്രുതി കറക്റ്റ് ആയില്ലാന്ന് തോന്നുന്നു. അതുപോലെ മാലൈ അന്തികളിൽ ആ സ്പീഡിൽ പാടുന്നില്ലേ, അവിടെയും ശ്രുതി കാരണം അങ്കിള് കൂടുതലൊന്നും ഇങ്ങനെ നോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലെ. ഉരുകി ഉരുകി മനം തേടുതേ കഴിഞ്ഞിട്ട് അഴകിയലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പാടുന്നില്ലേ ചിത്രചേച്ചി? അത് മോള് പാടാത്തത് കാരണം അത് ബ്രത്ത് കിട്ടാൻ ബുദ്ധിമുട്ടായോണ്ടല്ലേ അല്ലേ? അതൊന്നും പഠിക്കേ. മേഘം സിന്ധുവിര തൊടിയിനിടവേളയിൽ തുറവി തുറവി മുനെ തേടുതേ, ഉടയും ഞൊറികളിലും തൊലൈந்த കാതലനെ ഉരുകി ഉരുകി മനം തേടുതേ. ആ ഈ കണക്ഷനാണ് അങ്ങനെയല്ലേ, ആ കണക്ഷൻ ഉണ്ടല്ലേ. പക്ഷെ പാടിയപ്പോഴത്തേക്ക് ആ കണക്ഷൻ അവിടെ നിർത്തിയിട്ടാണ് പാടിയത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ചില പ്രശ്നങ്ങളൊക്കെ പറ്റി സാരല്ല. നമ്മുടെ ശിവകാമി ഒരു കംബാക്ക് ഗേൾ ആണ് കേട്ടോ. പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും, പക്ഷെ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് കാലക്കി അല്ലേ. അപ്പൊ അങ്ങനെ അടുത്ത പാട്ടിന് വേണ്ടിയിട്ട് അങ്കിൾ കാത്തിരിക്കുന്നു. ഓക്കെ റൈറ്റ്. അപ്പൊ ശിവകാമി കുഞ്ഞേ, ഇതാരാ എവിടെ നിക്കുന്നേ? ഇവിടെ നിക്കാനാണോ ഇഷ്ടം, അതോ ആ സ്റ്റേജിൽ നിക്കാനാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? അങ്ങോട്ട് നോക്ക്, മീനുട്ടി ചേച്ചിനെ നോക്ക്. ഏതാ ഇഷ്ടപ്പെട്ടത്? എവിടെയായാലും മതി, ഈ ഒരു പ്രസൻസ് ഉണ്ടായാൽ മതി. ആണോ? കംഫർട്ടബിൾ ആയില്ലേ ഇവിടത്തെ എല്ലാവരുമായിട്ട്? ടോപ്പ് ബാൻഡായിട്ട്, മീനുട്ടി ചേച്ചിയായിട്ട്, അവിടെ ഓഡിയൻസ് ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞങ്ങളുണ്ട് ഇവിടെ. അപ്പൊ എല്ലാരും പിന്നെ ശിവകാമി കുട്ടിയെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു വലിയൊരു ടീം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ടീം ഉണ്ടാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ പ്രേയേഴ്സ് ശിവകാമി കുട്ടിയുടെ കൂടെ എപ്പോഴും ഉണ്ട്. കാരണം ശിവകാമി കുട്ടി അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ് ശിവകാമി കുട്ടി. ബ്യൂട്ടിഫുൾ സിംഗിങ്, ആ ഒരു ശബ്ദവും എന്താ പറയാ, ആ തമിഴിന്റെ ഒഴുക്ക് കണ്ടില്ലേ ഇപ്പൊ ശിവകാമി കുട്ടി പാടിയപ്പോ? അതൊക്കെ ടാലന്റ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയി പാടുന്ന ഒരാൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് കേട്ടോ. എനിക്കിപ്പോ പുതിയതായിട്ട് തോന്നിയ എന്താന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ശിവകാമി കുട്ടി നന്നായി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഹാപ്പി വേറെ എന്തിനേക്കാളും ഇപ്പൊ ഈ ഇവിടെ നിന്ന് പാഠം കിട്ടിയ ആ മൊമെന്റ്, അവിടെ ഉള്ള സന്തോഷം, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഉള്ള സന്തോഷം, അതൊക്കെ ശിവകാമി കുട്ടി എൻജോയ് ചെയ്യുന്നത് കാണുമ്പം എനിക്കും ഒത്തിരി 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 സന്തോഷമാവുകയാണ് കേട്ടോ. മിടുക്കായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു, ഒരു പൂമ്പാറ്റ അവിടെ നിന്നിട്ട് പാടുന്ന പോലെ തോന്നി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് നോക്കൂ. ശിവകാമിക്കുട്ടി ഉഗ്രനായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ആണ് വരുന്നത് കുഞ്ഞു പ്രായത്തില് കേട്ടോ. അത് ബൈ ബർത്ത് കിട്ടിയിരിക്കുന്ന, അത് നമുക്ക് മനസ്സിലാക്കി കൊടുത്ത് പാടുന്നതല്ല, അത് ജന്മന കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ്. അപ്പൊ എന്തായാലും അതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടക്കം മുതൽ അവസാനം വരെ വളരെ മനോഹരമായിട്ട് പാടി. ആ തുടങ്ങിയ എങ്കേ എന്നത് കവിത ശ്രുതി പ്രശ്നം തോന്നി. പിന്നെ മയ്യൈ കൊണ്ട് അവിടെയൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. പിന്നെ അഴകിയ തിരുമുഖമല്ല, മുഖം എന്ന് പറഞ്ഞാൽ മലയാളമായി പോവും, അഴകിയ തിരുമുഖം അല്ലെങ്കിൽ മുഖം കേട്ടോ. പിന്നെ അടുത്ത് അമൈതിയിൽ നിറയുന്നിരുപ്പേൻ കഴിഞ്ഞിട്ട് എന്താ അടുത്ത വരി? എന്താ? നൊടിയല്ല,
നുണി. നുണി വിരൽ എന്ന് വെച്ചാൽ ടിപ്പ് ഓഫ് ദ ഫിംഗർ, ഫിംഗറിന്റെ ടിപ്പ്, ഈ വിരലിന്റെ അറ്റം കൊണ്ട് തൊടുക എന്നർത്ഥം. നുണി വിരൽ കേട്ടോ, നൊടിയല്ല. നൊടി എന്ന് വെച്ചാൽ തമിഴിലെ അർത്ഥം മാറും. നൊടി എന്ന് വെച്ചാൽ സെക്കൻഡ് എന്നർത്ഥം. സെക്കൻഡ് നൊടി, സെക്കൻഡ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവസാനം കുറച്ച് ഇടയ്ക്ക് നമ്മുടെ ദേവനന്ദ കുട്ടി ഹമ്മിങ് പാടിന്റെ ഇടയിൽ കുറച്ച് തുടങ്ങാൻ കൺഫ്യൂഷൻ ആയി പോയി അല്ലേ? എന്ത് പറ്റിയത് അവിടെ? അവിടെ കുറച്ച് ബ്ലാങ്ക് ആയി പോയി. അത് അങ്ങനെ സംഭവിച്ചാണോ? കോട്ടെ, സാരില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ. പക്ഷെ ഭൂരിഭാഗം നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് എപ്പോഴത്തെയും പോലെ നമ്മുടെ ശിവകാമിക്കുട്ടി എപ്പോഴും പാടുന്ന പോലെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് അവിടെ നേരത്തെ പറഞ്ഞില്ലേ ഒരു കംബാക്ക് ഗേൾ ആണെന്ന്. അപ്പൊ ഇനിയിപ്പോ ഇന്നത്തെ ഭാഗ്യം പോലെ ഇരിക്കും. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ നമുക്ക് അല്ലേ? ചില ദിവസം നല്ലതായിരിക്കും, ചില ദിവസം ചീത്തയായിരിക്കും, ചില അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലവർക്ക്. അപ്പൊ ഇന്നങ്ങനെ വിചാരിച്ചാൽ മതി. അടുത്ത തവണ മിടുക്കിയായിട്ട് വരണം പാടാൻ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മീനുകൂടാ, എന്തോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ തമിഴ് എന്നുള്ള ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അതെ. പക്ഷെ എന്നാലും മാക്സിമം അവര് നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ? അതെ, എന്തായാലും yes. അത് ഇത്രയും പാടുക എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമാണ് ഇവിടുത്തെ അത് കുട്ടികൾ. ആദ്യമായിട്ടല്ലേ പാടണേ? അതെ, അത് ഇത്രയും വരികള് ബൈഹാർട്ട് പഠിച്ച് അതിന്റെ ഫീലിങ്സ് ഉൾക്കൊണ്ടിട്ട് വേണം പാടാൻ വേണ്ടി. അർത്ഥം മനസ്സിലാക്കി ഡിക്ഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കണമല്ലോ. അത് ഭൂരിഭാഗവും എല്ലാവരുടെയും വളരെ കറക്റ്റ് ആണെന്നുള്ളതാണ്. അതെ. യെസ്. നമ്മുടെ പാപ്പാത്തിക്കുട്ടിക്ക് ഇന്ന് 96 അപ്പൊ ശിവകാമിക്കുട്ട ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ എല്ലാരും? കം ബാക്ക്. ശരി, ഓൾ ദി ബെസ്റ്റ്. ബൈ. All the best.